പാഠം 578. ഒരു യാത്രയുടെ കഥ. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരത്തേക്ക് ഭക്തജന പ്രവാഹം. പൊങ്കാലയിൽ പങ്കെടുക്കാനായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് നഗരത്തിലെത്തിയിരിക്കുന്നത്. ജനത്തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ പൂർണ്ണമായതായി സർക്കാർ അറിയിച്ചു. അമ്മേ, തിരുവനന്തപുരത്ത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. നിനക്ക് വേണേ പോകാമായിരുന്നു. നീ എന്തൊന്നും മിണ്ടത്? ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളോട് എത്താറുണ്ട്. എന്താണ് ഒക്കെ രാവിലെ ഒരു ഗൗരവം? അതൊന്നും അറിയണമല്ലോ. അമ്മേ, എന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? നിന്നോടാ ചോദിച്ചത്. നേരം വെളുത്ത മുതൽ നീ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. കാര്യം എന്തെന്ന് പറയ. നിന്നോടാ ചോദിച്ചത്. നിന്റെ നാവിൽ വാക്കില്ലേ? അല്ല, വായിലാക്കില്ലേ? എന്തെങ്കിലും ഇവിടെ തുറന്നു പറയണം. അത് മുഖം പൊറിപ്പിച്ചിരുന്ന കാര്യം. എന്റെ മുഖം ഇങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റില്ല. ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അതിനൊരു കാരണം കാണുമല്ലോ. എന്റെ മോനേട്ടാ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കില്ലേ? നമസ്കാരം സർ. സുന്ദരേശനോട് 8:30 വരാനല്ലേ പറഞ്ഞത്? ഇപ്പോൾ സമയം 8:45. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബൈക്കിന്റെ ടയർ പഞ്ചറായി. വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വിളിച്ച് ബൈക്ക് ഏൽപ്പിച്ചിട്ട് ഓട്ടോ പിടിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ബൈക്ക് പോലുള്ള വാഹനങ്ങളെ നമ്മൾ അമിതമായി വിശ്വസിക്കരുത് എന്ന്. സുന്ദരേശന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ 2 കിലോമീറ്ററിലേ ഉള്ളൂ. ആരോഗ്യമുള്ള ഒരാൾക്ക് 2 കിലോമീറ്റർ നടക്കാൻ ഒരു പാടുമില്ല. വക്കീലില്ലേ സാറേ? ഉണ്ട്. സുന്ദരേശന്റെ കേസ് വാദിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം അവൾ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇന്ന് സുന്ദരേശനോട് വരാൻ പറഞ്ഞത്. അറിയാം സർ, ഇതൊരു ചെറിയ കേസല്ലേ. വലിയ ഫീസൊന്നും കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് നല്ല വക്കീലന്മാരാരും ഈ കേസ് എടുക്കില്ല. എന്തായാലും സത്യഭാമ വക്കീൽ കേസ് ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ല. എനിക്ക് കേസ് പിടിച്ചു തരാൻ ഞാൻ ബ്രോക്കർമാരെ ഏൽപ്പിച്ചിട്ടുമില്ല. ഇതെന്താ സാറേ? സാർ പറഞ്ഞ വക്കീലത് കേക്കൊന്ന് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കഷ്ടം തന്നെ. സാറിന്റെ ഭാര്യ സാറ് പറഞ്ഞാ കേൾക്കില്ലെങ്കിൽ അത് പറഞ്ഞാ പോരായിരുന്നോ? എന്റെ ഭാര്യ ആര് പറഞ്ഞാലും കേൾക്കുന്നത്, ആര് പറഞ്ഞാൽ കേൾക്കാത്തതാണ് ഞാൻ തീരുമാനിച്ചോളാം. സുന്ദരേശ തലപ്പെടെ വേഗം പോ. ആ ശരി, ഞാൻ 11 മണിക്ക് എത്തിക്കോളാം. കടലാസൊക്കെ നീ ഒപ്പിട്ട് വാങ്ങിയാ മതി. നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? ഞാൻ ഒരു ബ്രോക്കറാണെന്നോ? മോഹനേട്ടൻ ബ്രോക്കറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കേസ് പിടിച്ചു തരാൻ ബ്രോക്കർമാരെ ഏൽപ്പിച്ചിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സുന്ദരേശന്റെ കേസ് വാദിക്കുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ നീ എന്നോട് സമ്മതിച്ചതാ. നീ സമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് സുന്ദരേശനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അയാൾ വന്നപ്പോ നീ എന്താ പറഞ്ഞത്? നിനക്ക് കേസ് വാദിക്കാൻ മനസ്സില്ലെന്നോ? വെറുതെ കിടന്നോച്ച് വെച്ചിട്ട് കാര്യമില്ല മോനേട്ടാ. ഏത് കേസ് വാദിക്കണം ഏത് കേസ് വാദിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് വക്കീലാണ്. എങ്കിൽ അത് ഇന്നലെ പറയണമായിരുന്നു. ഇനി ഞാൻ ശിശുപാലന്റെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മൾ സാധാരണ ഒരാളുടെ മുഖത്ത് നോക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ അങ്ങനെ അങ്ങ് നോക്കിയാ മതി. ചായ. ഒരു കാര്യം എന്നോട് പറയാനുണ്ട് ഭാമേ. ശിശുപാലന്റെ ഒരു ബന്ധു, അയാളുടെ പേര് സുന്ദരേശൻ എന്നാണ്. ഇന്ന് അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. ആകെ 5 സെന്റ് ഭൂമിയെ സ്വന്തമായിട്ടുള്ളൂ. അതില് ഒരു വീട് വെക്കുന്ന കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു അയാൾ. ഒറ്റ ദിവസത്തേക്കാ?
നാളെ രാവിലെ 7:30 പോയിട്ടുണ്ടെങ്കിൽ രാത്രി 9 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരും. സത്യപാലിന്റെ ഐഡിയ. ബാക്കി എല്ലാവരും സമ്മതിച്ചു. നീ സമ്മതിച്ചോ? എനിക്ക് മാത്രമായിട്ട് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാരും കൂടി 16 പേരുണ്ട്. മത്തായി ചേട്ടൻ മാത്രം വരുന്നില്ല. ഓഫീസിൽ ആരെങ്കിലും വേണ്ടേ? ഒരു മിനി ബസ്സിനാ പോണേ. അവരൊക്കെ പോകട്ടെ, പക്ഷേ നീ പോകുന്നില്ല. പോവാതെ പറ്റില്ല മോനേട്ടാ. രാവിലെ പോയിട്ട് രാത്രി ഇങ്ങ് വരില്ലേ? അത് പറ്റില്ല, ഞാൻ പറഞ്ഞാണല്ലോ. ഈ സത്യപാലൻ എന്ന് പറയുന്നവൻ ഒരു മുഴുകുടിയനാണ്. ബാക്കിയുള്ള ആണുങ്ങളും ഒട്ടും മോശമാവുന്നില്ല. അങ്ങനെയുള്ള കള്ളുകുടിയന്മാരുടെ കൂടെ നീ ഒരു യാത്ര പോകുന്നത് എനിക്കിഷ്ടമല്ല. കള്ളു കുടിക്കുന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? ഇനിയിപ്പോ കള്ളു കുടിച്ചാൽ തന്നെ എന്താ? ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ? ആരും മോശമായിട്ടൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല. അത് മാത്രമല്ല ഭാമേ, ഇപ്പോഴത്തെ കാലാവസ്ഥ പറ്റി നീ ആലോചിച്ച് നോക്ക്. കുംഭമാസത്തിൽ കേരളത്തിൽ ആരെങ്കിലും ടൂർ പോവോ? ഭയങ്കര ചൂടായിരിക്കും. വെറുതെ വെയിൽ കൊണ്ട് അസുഖം വരുത്തിക്കുന്നതിനാണ്. ഇതൊക്കെ ഒരു ന്യായാണ് മോഹനേട്ടാ? എന്നെ പറ്റി എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും അങ്ങനെ എന്തൊക്കെ കരുതിയിട്ടുണ്ടാവും മോഹനേട്ടാ? കൈ നിറയെ കേസുള്ള നല്ല തുക ഫീസായിട്ട് വാങ്ങുന്ന ഒരു വക്കീലിന് ഓഫീസിലുള്ളവരോട് ഒരു ദിവസം ടൂർ പോകാൻ പറ്റില്ല എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുപോലും ഭാര്യയെ സമ്മതിക്കാത്ത ഒരു മർക്കട മുഷ്ടിക്കാരൻ ഭർത്താവിനെ സഹിച്ച് ജീവിക്കുന്ന ആളാണ് ഞാനെന്നും അവർ കരുതില്ലേ? ഭാമേ, ഞാൻ നിന്നോട് ടൂർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കൂടെയുള്ള ആണുങ്ങൾ കള്ളു കുടിക്കും. കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് തുടങ്ങിയ കാരണങ്ങളല്ലേ? ആ കാരണങ്ങളൊക്കെ മോഹനയുടെ കൈത്തനങ്ങ് വെച്ചാൽ മതി. ടൂർ പോകാൻ 1000 രൂപ ചെലവ് വരും. അത് ചെലവാകുന്നതിനുള്ള വിഷമാണ് മോഹനേട്ടൻ. എനിക്ക് അറിഞ്ഞൂടെ? കാശ് ചെലവാകുന്നതിനുള്ള വിഷമാണ് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? സത്യപാലൻ വക്കീലിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ദിവസവും കല്ലുകുടിക്കുന്ന ആളാ. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും. ഈ കുടിയന്മാരുടെ കൂടെ ടൂർ പോകണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? ജീവിതത്തിൽ ഇതുവരെ ഒരു തുള്ളി കള്ളു പോലും കുടിക്കാത്ത ഈ മഹാൻ എല്ലാ മാസവും എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ടൂറിന്. മോഹനേട്ടനോട് എന്നെങ്കിലും എവിടെയെങ്കിലും ടൂർ പോവാന്നുള്ള എന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതിനെങ്ങനെ രക്ഷപ്പെടാനൊന്നുമില്ലല്ലോ ഭാമേ. നിനക്ക് ടൂർ പോകണം നിർബന്ധമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറഞ്ഞില്ലേ? എന്ന് അപ്പോ ടൂറിനുള്ള സൗകര്യം ഒത്തു വരണമല്ലോ. അത് ഈ നൂറ്റാണ്ടിലുണ്ടാവോ മോനേട്ടാ? ഈ നമ്പർ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം 3-4 ഓരോ പ്രാവശ്യവും ഞാൻ ടൂർ പോകുന്ന കാര്യം പറയുമ്പോ മോഹനേട്ടൻ പറയും, ഭാമേ അടുത്ത കൊല്ലം നമുക്ക് ഉറപ്പായിട്ട് പോകാന്ന്. മോഹനേട്ടൻ ആ വാക്ക് കേട്ടിരുന്നാൽ ഗണപതിയുടെ കല്യാണം പോലെയാവും കാര്യങ്ങള്. ഒരു യാത്രയുടെ കാര്യം പറയുമ്പോ സാധാരണക്കാര് എങ്ങനെ യാത്ര പോകാം എന്നാണ് ചിന്തിക്കാറുള്ളത്. മോഹനേട്ടനോ ആ യാത്ര പോവാതിരിക്കാനുള്ള കാരണങ്ങൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കും. കൂടെ വരുന്നവര് കള്ളുകുടിയന്മാരാണ്, ഇത്രയും ചൂടുള്ള സമയത്ത് യാത്ര ചെയ്യുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങള്. ഏറ്റവും ഒടുവില് ഒരു പഞ്ചാര വാഗ്ദാനവും, നമുക്ക് 2 പേർ കൂടി പോവാം എന്ന്. ഒരിക്കലും നടക്കാത്ത ആ യാത്രയുടെ പേരിൽ മോഹനേട്ടനെ വിശ്വസിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. ഇതാണ് കുഴപ്പം. ഞാൻ ന്യായമായ ഒരു കാര്യം പറയുമ്പോ അതിൽ കുഴപ്പം കണ്ടുപിടിക്കാനാണ് നീ നോക്കുന്നത്. ഞാൻ കാര്യമൊന്നും അന്വേഷിക്കുന്നില്ല. മോഹനേട്ടൻ പറയുന്നില്ലേ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ടൂർ പോകണമെങ്കിൽ കാശ് ചെലവാകും.